കോൺസ്റ്റൻറ്റ് ഫ്രം നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വളരെയധികം പരിചയമുള്ള ഒരു സെല്ല് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡാനിയൽ സെല്ലാണ്. എന്താണ് ഈ ഡാനിയൽ സെൽ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സിങ്ക് ഇലക്ട്രോഡ് ആനോഡായിട്ടും കോപ്പർ ഇലക്ട്രോഡ് കാഥോഡായിട്ടും ഉപയോഗിക്കുന്ന സെല്ലാണ് ഡാനിയൽ സെൽ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. ഇത്തരത്തിലുള്ള ഒരു ഡാനിയൽ സെൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഡാനിയൽ സെല്ലിനെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? നോക്കൂ, സിങ്ക് സോളിഡ് പ്ലസ് Cu2 പ്ലസ് അക്വസ് ഗീവ്സ് Zn2 പ്ലസ് അക്വസ് പ്ലസ് Cu സോളിഡ്. അതായത് ഈ ഒരു സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് സിങ്ക് മെറ്റലിന് സിങ്ക് 2 പ്ലസ് അയോണുകളായിട്ട് മാറുന്നു. അതായത് സിങ്ക് ആനോഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുകയും സിങ്ക് 2 പ്ലസ് അയോണുകളായിട്ട് മാറുകയും ചെയ്യുന്നു. എന്നാൽ കോപ്പർ 2 പ്ലസ് അയോണുകൾ കോപ്പറായിട്ട് മാറുന്ന റിഡോക്സ് റിയാക്ഷനാണ് നടക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ ഈ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ സിങ്ക് മുഴുവൻ സിങ്ക് 2 പ്ലസ് ആവുകയും കോപ്പർ 2 പ്ലസ് അയോണുകൾ കോപ്പറായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്നു. ആ ഒരു സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നമുക്ക് പറയാം ഈ സെൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൽ ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്ന് തന്നെ. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡാനിയൽ സെല്ലിനെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഈ സെൽ ഈസ് ഈക്വൽ ടു 0 എന്ന്. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലുള്ള നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നോക്കൂ. ഈ സെൽ ഈസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT by 2F log concentration of zinc 2 plus divided by concentration of Cu2 plus. സിങ്ക് ആനോഡിനെയും കോപ്പർ കാഥോഡിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ E0 സെൽ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇതിന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യുക? നമുക്ക് ഉള്ള ഇക്വേഷനെ E0 സെല്ല് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ഒന്ന് എഴുതി നോക്കാം. നോക്കൂ, E0 സെൽ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത്? E0 സെൽ ഈസ് ഈക്വൽ ടു 2.303 RT by 2F log concentration of zinc 2 plus divided by concentration of Cu2 plus എന്ന് എഴുതാം. ഇവിടെ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ നമ്മൾ 298 കെൽവിൻ എന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 298 കെൽവിൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഈ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് അയോൺസ് ടു ദ കോപ്പർ അയോൺസ് ഈസ് ഈക്വൽ ടു Kc അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. നമുക്ക് എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2 പ്ലസ് ഈസ് ഈക്വൽ ടു Kc. എന്താണ് Kc? Kc റെപ്രസെൻറ്റ്സ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള E0 സെൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. E0 സെൽ ഈസ് ഈക്വൽ ടു 2.303 RT by 2F log concentration of zinc 2 plus divided by concentration of Cu2 plus എന്ന് നമുക്കറിയാം അല്ലേ? അതിൻ്റെ കൂടാതെ തന്നെ zinc 2 പ്ലസിൻ്റെയും Cu2 പ്ലസിൻ്റെയും കോൺസെൻട്രേഷനുകൾ തമ്മിലുള്ള റേഷ്യോനെ Kc എന്നും റെപ്രസെൻറ്റ് ചെയ്യാമെന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ E0 സെൽ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഒരു കാൽക്കുലേഷൻ പാർട്ട് കൂടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2.303 ഇൻറ്റു R വാല്യൂ എന്താണ്? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ടി എന്ന് പറയുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 298 കെൽവിൻ ടെമ്പറേച്ചർ എന്നാണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഫാരഡേ. 1 ഫാരഡേ എന്ന് പറയുമ്പോൾ 96500 കൂളോം. ഇത്രയും കാര്യങ്ങളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം E0 സെൽ ഈസ് ഈക്വൽ ടു 0.059 ഡിവൈഡ് ബൈ 2 വോൾട്ട് ലോഗ് Kc എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? ഈ ലോഗ് Kc എന്നും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ മൊത്തം സെല്ലിൻ്റെ E0 സെൽ എത്രയാണ്? ഈ സെല്ല് ഏതാണ്?
ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ലിൻ്റെ E0 സെൽ വാല്യൂ എത്രയാണ്? 1.1 വോൾട്ട് ആണ്. സോ ഹോൾ ദിസ് തിങ് ഈസ് ഈക്വൽ ടു 1.1 വോൾട്ട് എന്ന് കിട്ടി. ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? KC അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. നോക്കാം. log KC എന്നുള്ള ടേംസിലേക്ക് ആക്കി എഴുതുമ്പോൾ log KC is equal to 1.1 volt into 2 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡഡ് ബൈ 0.059 വോൾട്ട്. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 37.288. അപ്പോൾ log KC is equal to 37.288 എന്ന് വന്നിരിക്കുന്നു. Therefore KC is equal to എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആൻറ്റി ലോഗ് ഓഫ് 37.288. അതിൻ്റെ വാല്യൂ കാണിച്ചിട്ടുണ്ട് 2 into 10⁻37. അപ്പോൾ ഇത്തരത്തിൽ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ്റെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സെല്ലിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് ഡാനിയൽ സെല്ലാണെന്ന് മാത്രം. ഇതുപോലെ പല സെല്ലുകളുടെയും നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം. ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് എനർജി ഓഫ് എ റിയാക്ഷൻ. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജിയുടെ ഗിബ്സ് എനർജി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് ഇലക്ട്രോകെമിക്കൽ സെല്ലുകളിൽ നടക്കുന്ന റിയാക്ഷൻസിനെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് പറയാം ഒരു വർക്ക് നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന്. നമ്മൾ +1 ക്ലാസ്സുകളിൽ 2 തരത്തിലുള്ള വർക്കുകളെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? എക്സ്പാൻഷൻ വർക്കും നോൺ എക്സ്പാൻഷൻ വർക്കും. ഇവിടെ ഇലക്ട്രോകെമിക്കൽ സെല്ലുകളിൽ നടക്കുന്ന വർക്കിനെ നമുക്ക് നോൺ എക്സ്പാൻഷൻ വർക്കായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി അല്ലെങ്കിൽ ഗിബ്സ് എനർജി ഓഫ് എ റിയാക്ഷൻ? നമ്മുടെ സിസ്റ്റത്തിന് എത്ര എനർജി ഉണ്ടെങ്കിൽ കൂടി അതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് എനർജിയാണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോകെമിക്കൽ സെല്ലുകളിലെ വർക്ക് ഡൺ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ദ വർക്ക് ഡൺ ഇൻ ദിസ് ഇലക്ട്രോകെമിക്കൽ സെൽ ഇൻ 1 സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് ടോട്ടൽ ചാർജ് പാസ്ഡ്. ടോട്ടൽ എത്ര ചാർജ് പാസ് ചെയ്യുന്നു എന്നുള്ളതും അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൻ്റെയും പ്രൊഡക്റ്റാണ് എന്ത് പറയുന്നത്? ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് നമുക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ സൂചിപ്പിക്കാം. ഇവിടുത്തെ വർക്ക് ഡൺ ആണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ദിസ് റിയാക്ഷനെ സെൽ പൊട്ടൻഷ്യലിൻ്റെയും ചാർജ് പാസ് ചെയ്യുന്ന ചാർജിൻ്റെയും പ്രൊഡക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ΔG റിയാക്ഷൻ ഈസ് ഈക്വൽ ടു -NF E സെൽ. E സെൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? E സെൽ റെപ്രസെൻറ്റ്സ് EMF ഓഫ് ദ സെൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. NF എന്നുള്ളതോ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. F എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യപ്പെടുന്നു അല്ലേ? NF അതുകൊണ്ട് തന്നെ ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദ എമൗണ്ട് ഓഫ് ചാർജ് പാസ്ഡ്. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ΔG റിയാക്ഷൻ ഈസ് ഈക്വൽ ടു -NF E സെൽ എന്നാണ് തന്നിരിക്കുന്നത്. എന്താണ് ഈ മൈനസ്? ഇലക്ട്രോകെമിക്കൽ സെല്ലുകളിൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറഞ്ഞു വരുന്നു. ആ ഡിക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ മൈനസ് സിമ്പൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറയാം ΔG ഓഫ് എ റിയാക്ഷൻ ഓർ ഫ്രീ എനർജി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു -NF E സെൽ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രോകെമിക്കൽ സെല്ലുകളുടെ ഫ്രീ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോൾ കോൺസെൻട്രേഷനുള്ള എല്ലാ റിയാക്ടിംഗ് സ്പീഷീസിൻ്റെയും കോൺസെൻട്രേഷൻ യൂണിറ്റി ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് നമ്മൾ ΔG മെഷർ ചെയ്യുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫ്രീ എനർജിയെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയായാൽ ഈ ഇക്വേഷനെ നമുക്ക് എഴുതാൻ സാധിക്കും ΔG റിയാക്ഷൻ സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു -NF
E0 സെൽ. നമുക്കറിയാം എന്താണ് E0 സെൽ? അതെ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് E0 സെൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ നമുക്കൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഇക്വേഷൻ ഓർമ്മ വയ്ക്കണം. ഈ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് E0 സെൽ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. E0 സെൽ ഈസ് ഈക്വൽ ടു 2.303 RT/NF log Kc എന്ന്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് Kc എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ E0 സെൽ ഈസ് ഈക്വൽ ടു 2.303 RT/NF log Kc ആണ്. എങ്കിൽ E0 സെല്ലിൻ്റെ വാല്യൂ ഡെൽറ്റ ജി റിയാക്ഷൻ സ്റ്റാൻഡേർഡിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ജി റിയാക്ഷൻ സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു -NF ഇൻറ്റു 2.303 RT/NF log Kc എന്ന് എഴുതാമല്ലോ. -NFഉം NFഉം തമ്മിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ജി സ്റ്റാൻഡേർഡ് ഈസ് ഈക്വൽ ടു -2.303 RT log Kc എന്ന ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം ഗിബ്സ് ഫ്രീ എനർജിയെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഗിബ്സ് ഫ്രീ എനർജിയെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇക്വേഷനും നമുക്ക് ലഭിച്ചു. ഇത്തരത്തിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ഗിബ്സ് ഫ്രീ എനർജി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.